ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി മറവായി മസാല ಪಿಂಡಿ ಶೆಲ್ ಮಸಾಲೆ ಪಿಂಡಿಯಂ ಚೆಲ್ಲ ಇದ್ರೆ ನಾನು ಒನ್ ಡೇ ಬಿಫೋರ್ ಕೊಂಡು ತಿನ್ನೆ ಫ್ರೀಸರ್ಲಿ ಬೆಚ್ಚಿ ತಿನ್ನೆ. ನೆಕ್ಸ್ಟ್ ಡೇ ಮಾರ್ನಿಂಗ್ ನಾನು ഇത് തന്നിലിട്ടിട്ട് നമാസിൽ പിന്നെ ഇട്ടിട്ട് വെച്ച് തിന്നെ. എന്തും ഫിഷ് മീറ്റ് ಚಿಕನ್ ಎಲ್ಲ ಹಾಕಿದಂಗೆ ನಾನು ಮಾರ್ನಿಂಗ್ ನಮಾಜಿൽ പിന്നെ എണിച്ചിട്ട് തന്നി കെട്ടി വെച്ച് ಬಿಟ್ರೆ. ഇപ്പം ഞാനിതിരെ 3 to 4 ടൈം നല്ലാക്കി തണ്ണിയിൽ വാഷ് ആക്കി എടുക്കറേ. ഇതിലെന്തും കാട്ട പൊയ്യ ಸ್ಯಾಂಡ್ ಎಲ್ಲ ಇನ್ನೆಂಗೆ ಎಲ್ಲ പോകായിട്ട് നല്ലാക്കിയിട്ട് വാഷ് ആക്കിയിട്ട് എപ്പം ഞങ്ങൾ യൂസ് ആക്കണു. ഇല്ലെങ്കിൽ ബോയിൽ ആക്കുമ്പോഴത്തേക്കു അതിൽ കാട്ടവും എല്ലാം ഞങ്ങളുടെ സ്റ്റോക്കിൽ ಬಂದು പിന്നെ ಅದ್ರ ಉಳ್ಗ ಶೆಲ್ಲಡು ಉಳ್ಗ ಮರವೈಡು ಉಳ್ಗ ಸ್ಯಾಂಡಲ್ ಇಕ್ಕಡ അതും ಬಂದು ಬಟ್ ಯಾರತ್ತೆ ನಂಗೆ ವಾಶ್ ಆಕಿತ್ತು ಯೂಸ್ ಆಕೋಗು ನೋಕೋನು. ನಾನಿവിടെ നല്ല 3 വട്ടം വാഷ് ആക്കി എടുത്തോണ്ടെ. ഇപ്പം ഇതിൽ തണ്ണീര് ഫിൽ ആക്കിയിട്ട് ഞങ്ങൾ ബോയിൽ ആവുകയായിട്ട് ഞാൻ എടുത്തോണ്ടില്ലേ. ഇനി ഞാൻ നിങ്ങളുടെ കിട്ടുക ചെറിയ ചെറിയ ടിപ്സും പിന്നെ ഹൈജീനായിട്ട് ഇതിൽ അങ്ങനെ കുക്കാക്കിയിട്ട് നിങ്ങൾക്ക് ചെന്തൻ്റെ നിങ്ങളെ സ്റ്റെപ്പ് ഫോളോ ആക്കിയിട്ട് കുക്കാക്കിയുള്ളൂ. ഇപ്പം ഞാൻ ഇതിക്ക് സോൾട്ട് ഇടാൻ ടൈമേ ഇവിടെ ബോയിൽ ആവുക വെച്ച് ಬಿಟ್ರೆ ഇത് കൊരിയങ്ങ ചെല്ലാറ് ഫ്രീസറിൽ വെച്ചെങ്കിൽ പിന്നെ അതിലെ ബായ് ഓപ്പൺ ആവില്ല എന്നിട്ട്. ബട്ട് അങ്ങനെ എന്തുമില്ല, നിങ്ങൾ 1 വീക്ക് വെച്ചിട്ടും പിന്നെ എടുത്തിട്ട് ബോയിൽ ആക്കിയെങ്കിൽ ഇങ്ങനെ ആക്കിയെങ്കിൽ നല്ല ഓപ്പൺ ആവിടದ್ರೆ ബായ്. ഇത് രണ്ടാമത്തെ ബാച്ച് റൂമാണ് കലക്കി തിന്നി വെച്ചോണ്ടുള്ളേ. പിന്നെ അതായാൽ പിന്നെ ഇത് ഇടുവാനിട്ട് ನಾನು വർക്കമേ ആക്കിയിട്ടില്ല. 2 ബാച്ചസിൽ ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളേ. പിന്നെ ഇതിൽ എങ്ങനെ ക്ലീൻ ആക്കറേ ഹൈജീനായിട്ട് നിങ്ങൾക്ക് തിന്നോ കിട്ടോ അങ്ങനെ ആക്കറിയിട്ട് ഞാൻ കാട്ടിത്തന്നെ. ആ സ്റ്റെപ്സിലെല്ലാം നിങ്ങൾ ഫോളോ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടും പിന്നെ നീറ്റിൽ ക്ലീനിൽ ഞങ്ങൾക്ക് തിന്നോ കിട്ടും. സോ ഇങ്ങനെ വാഷ് ആക്കിയാൽ പിന്നെ ഇതിൽ ചാനലിൽ നിങ്ങൾക്ക് നോക്കൂ കിട്ടും എത്ര വേസ്റ്റ് എല്ലാം ഉണ്ടോണ്ട്. സോ അങ്ങനെ അതിലെല്ലാം എടുത്തിട്ട് ഞാൻ നല്ല വാഷ് ആക്കിയിട്ട് കൈയെല്ലാം വാഷ് ആക്കിയിട്ട് ഇപ്പം നെക്സ്റ്റ് അതിൽ ಪ್ರಿಪರೇಷನ್ಗೆ ಬಂದೆ. ನಾ ഇവിടെ 2 ടൈപ്പിൽ മുളക് എടുത്തോണ്ടെ. 3 ಬ್ಯಾಡಿಗೆ ರೆಡ್ ಚಿಲ್ಲಿ എടുത്തോണ്ടെ 8 പിന്നെ 4 കാശ്മീരി റെഡ് ചില്ലി എടുത്തോണ്ടെ കളർക്കായിട്ട്. ഇതിൽ ഞങ്ങൾ നല്ലാക്കി വാഷ് ആക്കി എടുത്തോളുക. അതിൽ മണ്ണ് ധൂളെല്ലാം ഇക്കರಲ್ಲಿ അത് കഴിട്ട് വാഷ് ആക്കിയിട്ട് അതിൽ തന്നെയെല്ലാം അരിയോഗനാണ് ഡ്രെയിൻ ആവുകനാണ് അതേ ചാനലിൽ വെച്ചിട്ട് ಬಿಟ್ರೆ ഓൾമോസ്റ്റ് തന്നെയെല്ലാം അറിഞ്ഞിട്ട് പോകായിട്ട്. അതിൽ പിന്നെ ഇതിലെ ഞാൻ നിങ്ങൾക്ക് കാട്ടെ അത്രത്തോളം ഞങ്ങളുടെ മറവായി നല്ലായിട്ട് ബോയിൽ ആയിര് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നതാണ്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടിയാവും അതിലെ ബായെല്ലാം ഓപ്പൺ ആയിര്. സോ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് ഓപ്പൺ ആവലെ ചൊല്ലിട്ട് അത് കളവൈത്തിക്കറ് ഞാനിവിടെ ഇപ്പം കാട്ടി തന്നേരെ. സോ 1 വീക്ക് വെച്ചിട്ടും നിങ്ങൾ ആക്കറെങ്കിൽ ഇത് പല ആക്കിയെടുക്കുക ഈസി ആയിട്ട് അതിലെ ബായെല്ലാം ഓപ്പൺ ആവും. ഇപ്പം ഇതിൽ ഞാൻ ചപ്പയിൽ പിന്നെ അതിലെ സ്ട്രെയിനറിലിട്ടിട്ട് സ്ട്രെയിൻ ആക്കി എടുക്കറേ. യാരത്തെ അതിലെ വേസ്റ്റും പിന്നെ അതിലെ പൊയ്യ എന്തും ഇന്നെങ്കിൽ അത് സ്ട്രെയിനറിലേക്ക് ആക്കിയാൽ പറ്റുന്നുണ്ട്. ഈ തണ്ണീര് ഞാൻ 2 വട്ടം ആക്കിയിട്ട് സ്ട്രെയിൻ ആക്കറേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ അടിയിൽ ഒരു ചെമ്മി പൗഡർ പോലത്തെ സാൻഡെല്ലാം ഇക്കറ് അത് എല്ലാം ബാക്കിയായിട്ട് ഒന്തിത്ത് കീഴിൽ നിൽക്കറ്. വർക്ക നഗരത്തിൽ പിന്നെ തെല്ലാരും അങ്ങനെ വെച്ച് വിടുന്നു. പിന്നെ വർക്കത്തി പിന്നെ എടുക്കണം. അപ്പം ഞങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ സാൻഡെല്ലാം അവോയ്ഡ് ആക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാട്ടേ ഞാൻ ഷെല്ലിൽ 2 സൈഡും യൂസ് ആക്കില്ല, 1 സൈഡ് മാത്രമേ യൂസ് ആക്കറൂ. ബട്ട് ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കൂ കിട്ടും ഉൾഗത്തിൽ സാൻഡ് ഉണ്ട്. ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കണ്ടല്ലേ. സോ ഇതെല്ലാം സാൻഡ് ഇക്കറ്. സോ ആ സൈഡ് ഞാൻ റിമൂവ് ആക്കിയിട്ട് എടുക്കറേ. അതേപോലെ ഞങ്ങൾ ഇറച്ചി ഷെല്ലിടും മീറ്റ് ഉണ്ടല്ലേ അതിന്ന സൈഡ് മാത്രം വെച്ചിട്ട് ആ സാൻഡിന്റെ സൈഡ് ഇങ്ങനെ റിമൂവ് ആക്കിയിട്ട് വിട്ടേ. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ ഉണ്ടോണ്ട് നോക്കിയിട്ട് റിമൂവ് ആക്കരുത് ബെറ്റർ ആയിത്തേക്ക്. പിന്നെ ഈ ഷെല്ലിന്റെ മീറ്റർ ഉൾക ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ഇക്കറ് ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ ഞങ്ങൾ പ്രസ് ആക്കി തമുത്തുകെ പറുത്ത് പണ്ട് അത് വേസ്റ്റ് ആയിത്തിക്കറ്. ഞങ്ങൾ അതിൽ ഒട്ടിಗೆ ഇട്ടിട്ട് കുക്കാക്കി എന്താവും ഞങ്ങൾക്ക് തിന്നുമ്പോഴത്തേക്ക് ഭയത്തേക്ക് പോകണ്ടു. പിന്നെ ഞങ്ങൾ അതിൽ എൻജോയ് ആക്കി തിന്നുകാവില്ല, ഹെൽത്തി ആയിട്ട് തിന്നുകാവില്ല. അതിനാല ബായിക്ക് ആ ക്രിക്കൻട്ട് ഒരു സൗണ്ട് പണ്ട് ഒരു മഴക്കാവിടും. പിന്നെ ഒരു എന്തമാ ഒരു സ്മെൽ പഞ്ഞാവുള്ളു പലവുള്ളൂ ഇങ്ങനെ പ്രസ്സാക്കി താമസം അതിൽ മീറ്റുകൾ. അപ്പം അതിലുൾഗത്തുള്ളൂ വേസ്റ്റ് എല്ലാം പറുത്ത് പണ്ട് ഇതിൽ റിമൂവ് ആക്കണു. ഞാൻ ഇതിലെല്ലാം ടാപ്പിൽ തണ്ണിയിൽ കാട്ടിയിട്ട് റിമൂവ് ആക്കിയിട്ട് എടുക്കറേ. ഇങ്ങനെ ടാപ്പിൽ തണ്ണിയിൽ ഞാൻ കാട്ടിയിട്ട് റിമൂവ് ആക്കുന്നതിൽ അതിൽ ടേസ്റ്റ് എന്തും ചേഞ്ചസ് ആവില്ല. ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഹൈജീനായിട്ട് ആക്കാം. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൽ സ്റ്റോക്ക് എടുത്തതിൽ എന്തും ടേസ്റ്റിൽ ഡിഫറൻസ് വന്നില്ല. ഇങ്ങനത്തെ ആ എന്താ ചൊല്ലിട്ട് വേസ്റ്റ് ഞങ്ങൾ പ്രസ് ആക്കിയിട്ട് ഇങ്ങനെ റിമൂവ് ആക്കിയിട്ട് വിടുന്നു.
ಆಲ್ಮೋಸ್ಟ್ ಆಲ್ಮಾರ್ಗೆ ಇದು ಬಿಡಿಲ್ಲ. പിന്നെ ഞങ്ങൾ തിന്നുമ്പോഴത്തേക്ക് ചൊല്ലൻ ഈ സമയം ക്ലീൻ ആക്കിത്തില്ലേ സാൻഡ് ബായിಗೆ കിട്ടിയോ ഉണ്ട് ಉಂಟು. ಅದು ಆ್ಯಕ್ಚುಲಿ ಸ್ಯಾಂಡ್ ಆಯ್ತಿಕ್ಕಿಲ್ಲ, ഈ ഷെൽഡ് മീറ്റർ ഉൾഗത്തെ ഈ വേസ്റ്റ് ആയിത്തിക്കറ്. പിന്നെ ഞങ്ങൾ എപ്പോഴും അതിൽ സ്റ്റോക്ക് റൂം ജഞ്ചൻ ബട്ട ചാനിൽ അരച്ചി എടുക്കുന്നു. ഇതിലെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞാൻ എടുത്തോളെ. കൂടി രണ്ടാമത്തെ ബട്ട ഞാൻ സ്ട്രെയിനറിൽ സ്ട്രെയിൻ ആക്കിയിട്ട് എടുത്തോണ്ടില്ലേ. ഇതിൽ ലാസ്റ്റ് പാർട്സ് ഞാൻ ഇടില്ലേ. അതിൽ സാൻഡ് ചെമ്മ പൗഡർ പോലത്തെ സാൻഡ് ഇതിൽ ഇക്കറ്. സോ അതിലെ ത്രോ ആക്കി ಬಿಡೋನು. ട്രെയിനറിലും ചെമ്മത്തെ വേസ്റ്റ് എല്ലാം ഞങ്ങൾക്ക് കിട്ടറ്. സോ ഇത് രണ്ട് ബട്ട ഞങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തൽ. പിന്നെ ഞാൻ ടാപ്പിൽ ചന്താക്കി വാഷ് ആക്കി എടുത്തോണ്ട് ഷെല്ലിന്റെ മീറ്റർ എല്ലാം ഇതിലെ ഞങ്ങൾ കവർ ആക്കിയിട്ട് സൈഡിൽ വെച്ച് ಬಿಡುವ. ഇപ്പൊ ഞങ്ങൾ ഇതിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോയി. ഞാൻ ഇവിടെ കാസ്റ്റ് ഐറന്റെ ഒരു പാൻ എടുത്തോണ്ട് ഇതിക്ക് 1/2 ടീസ്പൂൺ ബഡി സോംഫ് ആഡ് ആക്കിയൽവ. അതിൽ പിന്നെ ഞാൻ ഇതിക്ക് ഒരു 15 പെപ്പർ ആഡ് ആക്കിയൽവ. നിങ്ങൾ 12 ആഡ് ആക്കാം. അതിൽ പിന്നെ 1/2 ടീസ്പൂൺ ജീര. ഇതിൽ ലൈറ്റ്ലി ഞങ്ങൾ റോസ്റ്റ് ആക്കിയിട്ട് എടുത്തോൾവ. ലൈറ്റ് നല്ല സ്മെൽ വന്നാൽ പിന്നെ ഇതിൽ ഞങ്ങൾ പൗഡർ ആക്കിയിട്ട് എടുത്തോളൂ. അത് കഴിത്ത് ലൈറ്റ് റോസ്റ്റ് ആക്കിയാൽ പിന്നെ ഞങ്ങൾ ഇതിൽ ഞാൻ മിക്സിയിൽ ജാറിലിടില്ല, റഫ്ലി ആയിട്ട് ക്രഷറിൽ ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് എടുത്തോളെ. ഇങ്ങനെ ഞങ്ങൾ നല്ലാക്കിയിട്ട് ക്രഷ് ആക്കിയാൽ പിന്നെ സൈഡിൽ ഇത്തിരി വെച്ച് ಬಿಡುವ. ഇപ്പൊ ഞാൻ ഇവിടെ സെയിം പാനില് 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ സീഡ്സ് ആഡ് ആക്കിയിട്ടുള്ള കൊത്തമ്പരി ഇടി. പിന്നെ 1/2 ടീസ്പൂൺ ബഡി സോംഫ് ആഡ് ആക്കിയൽവ. 1/2 ടീസ്പൂൺ ജീരകം ആഡ് ആക്കിയൽവ. പിന്നെ ഒരു 20 സീഡ്സ് മെത്തേരെ സീഡ്സ് ആഡ് ആക്കിയಲ್ವ, ಮೇಥಿ ಆಡ್ ಆಕಿಯಲ್ವ. ಇದರೆಲ್ಲ ಇಟ್ಟಿತ್ತು ಸ್ಲೈಟ್ಲಿ ಸ್ಮೆಲ್ ಬಂದಿರ್ತವಲ್ಲ ನಂಗೆ ರೋಸ್ಟ್ ಹಾಕಿತ್ತು. ಇದ್ರೆ ನಂಗೆ ಮಿಕ್ಸಿರೆ ಜಾರ್ಗೆ ಆಡ್ ആക്കിയಲ್ವ. ചപ്പ ആവുകയും വെച്ചിട്ട് ನಾನು ಮಿಕ್ಸಿರೆ ಜಾರ್ಗೆ ഇട്ടിട്ട് പിന്നെ ഇത് നല്ലാക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് ഞങ്ങൾ എടുത്തോളൂ. നല്ല ഫൈൻ ആയിട്ട് ഒരു പൗഡർ ഞങ്ങൾ ആക്കിയാൽ എടുക്കുക. ഇതുപോലെ ഇതിലും ഞങ്ങൾ സൈഡിൽ വെച്ച് ಬಿಡುವ. ഇപ്പൊ സെയിം പാനിಗೆ ನಾನು ഓയിൽ ആഡ് ആക്കി ಇದೆಲ್ಲ ಯಾರಮಿ ಆಯಿಲ್ എടുത്തോണ്ട് വലിയ സ്പൂൺ ഇതിന് ഞങ്ങൾ വാഷ് ആക്കിയിട്ട് വെച്ചിരുന്നാല് റെഡ് ചില്ലി അതിൽ ആഡ് ആക്കിയಲ್ವ. അതിൽ തന്നിങ്ങനെ ഇങ്ങനത്തെ എല്ലാം പാറ്. സോ നിങ്ങൾ കോട്ടന്റെ ക്ലോത്തിൽ തെല്ലാದ್ರೆ എക്സ്ട്രാ തണ്ണീരെ പ്രസ് ആക്കിയിട്ട് എടുക്കാം. ഇവിടെ ഞാനിപ്പ ഇതിലെ ലൈറ്റ്ലി കളർ ചേഞ്ച് ആവടത്തോളം ನಾನು ഫ്രൈ ആക്കിയോണ്ട് അതിലെല്ലാം ರಾ ಸ್ಮೆಲ್ പോണ്ടിത്തോളൂ. പിന്നെ സെയിം മിക്സിയുടെ ജാർಗೆ ഈ മുളക് ഇട്ടിട്ട് ഞങ്ങൾ ചപ്പ ആക്കിയിട്ട് റഫ്ലി ആക്കിയിട്ട് ഇതിലെ പൗഡർ ആക്കിയിട്ട് സൈഡിൽ വെച്ച് ಬಿಡೋನು. പിന്നെ ഞാൻ സെയിം ഓയിലേക്ക് ഓണിയന്റെ ആഡ് ആക്കിയിട്ടുള്ള 3 മീഡിയം സൈസിലെ ഓണിയന്റെ ഫൈൻ ആയിട്ട് സ്ലൈസസിൽ കട്ട് ആക്കി എടുത്തോണ്ട് ഇതിൽ ആഡ് ആക്കിയിട്ട് ഞങ്ങൾ ലൈറ്റ്ലി അതിൽ കളർ ചേഞ്ച് ആവുക വെച്ച് ಬಿಡುವ. സ്ലൈറ്റ്ലി അതിൽ കളർ ചേഞ്ച് ആയാൽ പിന്നെ ഇതിൽ ഞങ്ങൾ 3 മീഡിയം സൈസിൽ ടൊമാറ്റോടെ ആഡ് ആക്കിയോളൂ. ടൊമാറ്റോ ആഡ് ആക്കിയിട്ട് സോഫ്റ്റ് ആവടത്തോളം ഞങ്ങൾ ഇവിടെ കുക്ക് ആക്കിയിട്ട് എടുത്തോളുക. ഞാൻ ഇവിടെ ടൊമാറ്റോവും ഓണിയനും സോൾട്ട് ആഡ് ആക്കിയിട്ടില്ല. വിതൗട്ട് സോൾട്ട് ഞങ്ങൾ ഇവിടെ കുക്ക് ആക്കിയിട്ടില്ലേ. അത്രത്തോളം ഞങ്ങൾ രണ്ടാമത്തെ ബാച്ചും ഷെല്ലിടെ ബോയിൽ ആയിട്ട് റെഡി ആയിട്ട് അതിലും ഞാൻ സ്ട്രെയിനറിൽ സ്ട്രെയിൻ ആക്കിയിട്ട് എടുത്തോളുടെ. ഇവിടെ ഞാൻ തടുക്ക പാനിൽ തെൽ ഓയിൽ ഇട്ടോണ്ട് ഓയിൽ നല്ല ഹീറ്റ് ആയാൽ പിന്നെ ഫൈനായിട്ട് ചോപ്പ് ആക്കിയ കൊറിയാൻഡർ ലീവ്സും കറി ലീവ്സ് ഫൈൻ ആക്കിയിട്ട് ചോപ്പ് ആക്കിയിട്ട് ഇട്ടോണ്ട് തെല്ല് തടുക്കാതെ പോപ്പ് ആയാൽ പിന്നെ ഞാൻ ഇവിടെ 4 കപ്പ് റൈസ് ഫ്ലോർ എടുത്തോണ്ട് അതിക്ക് ഈ തടുക്കത്ത് ആഡ് ആക്കിയിട്ടില്ലേ. പിന്നെ ഞങ്ങൾ ഫൈനായിട്ട് ഓരോ ക്രഷ് ആക്കിയിട്ട് വെച്ചിരുന്നാല് ആ ക്രഷ് ആക്കി വെച്ച് പൗഡർ ഇതിൽ ഇട്ടിട്ട് സൈഡിൽ വെച്ച് ಬಿಡುವ. അത്രത്തോളം ഞങ്ങളിവിടെ ഓണിയനും ടൊമാറ്റോ നല്ലായിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്കായി ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൽ മുച്ചിട്ട് തെന്നാറ അതിരതേ സ്റ്റീമിൽ വേവുക ഞങ്ങൾ വെച്ച് ಬಿಡುವ. ഞാനിവിടെ ഷെല്ലിന്റെ മസാലയ്ക്കായിട്ട് അതിൽ ഗ്രേവിയുടെ മസാലയ്ക്കായിട്ട് ഒരു മീഡിയം സൈസിലെ കൊക്കോനട്ട് എടുത്തോണ്ട് ഞങ്ങൾക്ക് ഇതിൽ 1/2 പോർഷൻ മെയ്യാവൂ. സോ ഞാൻ ഇതിൽ ക്ലീൻ ആക്കിയിട്ട് നല്ലാക്കി വാഷ് ആക്കി എടുത്തോണ്ടേ. ഇല്ലെങ്കിൽ അതിൽ മേലിന്റെ സ്കിന്നെ എടുക്കുമ്പോൾ അതിൽ പൗഡർ പോലും അതിലേക്കുള്ള വേസ്റ്റും കച്ചറ എല്ലാം ഇക്കറ്. ഈ കൊക്കോനട്ട് ഫ്രൂട്ട് വന്നിട്ട് എൻ്റെ മോനുക്ക് ചെമ്മ ഇഷ്ടം. സോ അതിലെടുത്ത് ഞാൻ എൻ്റെ മോനുകായിട്ട് വെച്ച് ಬಿಡುವೆ. ഇപ്പൊ കൊക്കോനട്ട് നല്ലാക്കി വാഷ് ആക്കിയെങ്കിൽ ഞങ്ങൾ അതിൽ കട്ട്
ಲಿಫ್ಟ್ ಹಾಕೊಂಬತ್ತಕು ಆದ್ರೆ ಪರ್ತ್ರೆ ಆ ವೇಸ್ಟ್ ಪೌಡರ್ ಉಂಡಲ್ಲಿ ഞങ്ങൾ കൊക്കനട്ട് വാട്ടർക്ക് ഇങ്ങനെ ബോളില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വാഷ് ആക്കിയിട്ട് എടുത്തോളുടെ കൊക്കനട്ട് എപ്പം സോ ഇങ്ങനെ ഉൾക്കത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ ഫ്രൂട്ട് വന്നിട്ട് അതിലും നല്ലാക്കി വാഷ് ആക്കറേ അല്ലെങ്കിൽ അത് ലൈറ്റ്ലി സ്റ്റിക്കി പലക്കറ് അത് കഴിഞ്ഞിട്ട് വാഷ് ആക്കിയിട്ട് അതിൽ റിമൂവ് ആക്കിയിട്ട് ഞാൻ പാടം കലക്കിയിട്ട് എൻ്റെ മോൻകായിട്ട് വെച്ച് കൊടുവേ അവനക്ക് ചെമ്മ ഇഷ്ടം അതിൽ ഫ്രൂട്ടും കൊക്കനട്ട് വാട്ടറും പിന്നെ ഈ ഒരു മസാലയ്ക്ക് ജിഞ്ചർ ഗാർലിക്കിന് ജറൂറത്ത് ഇല്ല പിന്നെ ഈ ഒരു മസാല ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഷെല്ലറെ കറി പ്രിപ്പയർ ആവും ഇങ്ങനെ കൊക്കനട്ട് ഫ്രൂട്ട് കട്ടാക്കിയിട്ടുള്ളേ കട്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടറേ അതിരെ അടിയിലും അതിരെ സ്റ്റിക്കി പോലെ ഇക്കറ് സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പം അതിരെ പാടെ കട്ടാക്കിയാൽ പിന്നെ പാടെ ഞങ്ങൾ കൊക്കനട്ട് വാഷ് ആക്കിയിട്ട് ഇങ്ങനെ നീറ്റാക്കിയിട്ട് എടുത്തോളൂ ഫസ്റ്റ് ഞങ്ങൾ പൗഡറാക്കി വെച്ചിന് മസാലയും ചില്ലിയും ഞങ്ങൾ റഫ്ലി ആയിട്ട് ഗ്രൈൻഡ് ആക്കി വെച്ച് സെയിം മിക്സിയുടെ ജാർക്ക് ഹാഫ് കൊക്കനട്ട് ഇങ്ങനെ സണ്ണാക്കിയിട്ട് മുറിച്ചിട്ട് എടുത്തോളൂ ഇതിൽ സണ്ണാക്കി മുറിച്ചാൽ പിന്നെ ഒരു ചെറിയ ലെമന്റെ സൈസിലത്ര ടാമറിൻ്റെ ഇട്ടിട്ട് തെല്ല് ഞങ്ങൾ ഷെല്ലിയുടെ വാട്ടർ ആഡ് ആക്കിയിട്ട് ഇങ്ങനെ റഫ്ലി ആയിട്ട് ഇതിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തോളൂ ഇതിൽ സൈഡിൽ ഇങ്ങനെ ഞങ്ങൾ വെച്ചിട്ട് പോടുക ഇപ്പം ഞാൻ ഫുഡ് പ്രോസസ്സർക്ക് ഞങ്ങൾ റൈസ് ഫ്ലോറും തടക്ക എല്ലാം ഇട്ടിട്ട് വെച്ചിരുന്നല്ലേ പിന്നെ പൗഡർ എല്ലാം ഇട്ടിട്ട് വെച്ചിരുന്നല്ലേ ആ ഫ്ലോറിൽ ഈ എൻ്റെ ഫുഡ് പ്രോസസ്സർക്ക് ആഡ് ആക്കിയിട്ടുള്ളേ ഇതിൽ ആഡ് ആക്കിയിട്ട് ടേസ്റ്റിಗೆ അക്കോർഡിംഗ് സോൾട്ട് ഞങ്ങൾ ആഡ് ആക്കിയുള്ളൂ കൂടെ ഇത് പിൻ്റെ ആക്കുകയിട്ട് പിന്നെ ഷെല്ലിഡ് വാട്ടർ ഓൾമോസ്റ്റ് എല്ലാവരും ഷെല്ലിഡ് വാട്ടർ ജസ്റ്റ് ഗ്രേവിക്കായിട്ട് യൂസ് ആക്കാറ് ബട്ട് ഞാൻ ഇതിൽ പിൻ്റെലും അതിലെ ടേസ്റ്റ് ബರೋಗಾയിട്ട് ആഡ് ആക്കിയിട്ടുള്ളേ ഓൾമോസ്റ്റ് ഞാൻ 30% അത്ര ഷെല്ലിഡ് വാട്ടർ റൈസിൽ ഈ ഞങ്ങൾ ഡോ നീടാക്കുക യൂസ് ആക്കറേ പിന്നെ ലാസ്റ്റ് തെല്ല് ಬೆಚ್ಚ ತಣ್ಣೀರೆ ಆಡ್ ಆಕರೆ ಡೋ ಸಾಫ್ಟ್ ಆಯ್ತು ಬರೋಗಾಯ್ತು ഇങ്ങനെ ഞങ്ങൾ ഷെല്ലിഡ് വാട്ടർ ആഡ് ആക്കുന്നതിൽ ടേസ്റ്റ് ഇൻഹാൻസ് ആയിട്ട് ಬಂದು എക്സ്ട്രാ ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടും പിണ്ടയിൽ പിന്നെ ഞങ്ങൾ മസാലയും എല്ലാം ഇട്ടല്ലേ സോ പിണ്ടയിൽ നല്ല ഒരു സ്മെല്ലും ಬಂದು പിന്നെ ഷെല്ലിഡ് വാട്ടർ എക്സ്ട്രാ ഇന്നെങ്കിൽ വേസ്റ്റും ആവില്ല ഷെല്ലിഡ് എക്സ്ട്രാ വാട്ടർ ഒന്നി തിന്നെങ്കിൽ അതിലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കി വെക്കൂ എന്തിച്ചെന്നെ ഞങ്ങൾ പ്രിപ്പയർ ആക്കിയ ഈ ഷെല്ലിഡ് മസാല എല്ലാം ഞങ്ങൾ വർക്കത്തെ യൂസ് ആക്കിയാൽ പിന്നെ എക്സ്ട്രാ ഇക്കറല്ലേ അപ്പം അതിൽ ഞങ്ങൾ ജാവുക ഡിന്നർ യൂസ് ആക്കറ ಇಲ್ಲ ನೆಕ್ಸ್ಟ್ ಡೇ ಮಾರ್ನಿಂಗ್ ಬ್ರೇಕ್ಫಾಸ್ಟ್ಗೆ ಯೂಸ್ ಆಕರ ಅಪ್ಪ ಬೆಚ್ಚ ಹಾಕೊಂಬತ್ತಿಗೂ ಈ വലിയ ഷെല്ലിഡ് വാട്ടർ ആഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ വെച്ചാക്കിയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇന്നും എൻഹാൻസ് ആയിട്ട് ಬಂದು പിന്നെ എക്സ്ട്രാ നോർമൽ വാട്ടർ ആഡ് ആക്കണുണ്ട് എന്തിക്കില്ലേ നാനൂടെ ഡൂടെ കയ്യിൽ നല്ലാക്കിയിട്ട് നീടാക്കി എടുത്തോണ്ടേ നീടാക്കിയാൽ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഒരു ഡോട്ട് പോലെ ഷേപ്പിൽ കൊടുക്കുമെന്ന് നിങ്ങൾ ഇഷ്ടം കൊടുക്കുക ഇല്ലെങ്കിൽ അവോയ്ഡും ആക്കാം ഞാനും നോക്കുക നല്ല ലുക്ക് ഇക്കറ് അത് കൈത്ത് കൊടുത്തോണ്ടുള്ളേ ഇതേപോലെ എല്ലാ ബോൾസ് പ്രിപ്പയർ ആക്കിയിട്ട് ഞാനിവിടെ സ്റ്റീമറിലെ ബാസ്ಕೆಟ್ಲಿ റൈസ് കുക്കർ ബാസ്ಕೆಟ್ಲಿ വെച്ചോണ്ടുള്ളേ ഇതുപോലെ എല്ലാം ആക്കിയിട്ട് എടുത്തോളുക ഇവിടെ യാരത്തെ ക്വാണ്ടിറ്റി ഇന്നതിൽ ഞാൻ ഇതിൽ ഇങ്ങനെ വേറെ എടുത്തിട്ട് നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റീം ആക്കിയിട്ട് എടുത്തോണ്ടേ ഒരു 15 to 20 മിനിറ്റ്സ് ഞങ്ങൾ സ്റ്റീം ആക്കി എടുക്കുക ഞാൻ ഇവിടെ ഓണിയനും ടൊമാറ്റോറെ യാരത്തെ പോർഷൻ്റെ മിക്സിയിൽ ജാർക്ക് ഇട്ടോണ്ടുള്ള ഒരു തെല്ല് പോർഷൻ ഞങ്ങൾ അതിലെ സൈഡിൽ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഈ ഓണിയനും ടൊമാറ്റോവും ഞങ്ങൾ ഫൈനായിട്ട് പേസ്റ്റ് ആക്കി വെച്ച് കൊക്കോനട്ട് പേസ്റ്റ് ഉണ്ടല്ലേ അതിൽ ഒരു തെല്ല് പോർഷൻ ഇതിಗೆ ആഡ് ആക്കിയിട്ട് ഇതിലും നല്ലാക്കിയിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക ചെമ്മ ഫൈനായിട്ട് പേസ്റ്റ് ആക്കി അകത്തിയില്ലേ തെല്ല് ടർമറിക് പൗഡർ ആഡ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ റഫ് ആയിട്ട് എടുക്കുന്നു ഇപ്പം ഞാൻ ഒരു എടുത്തോണ്ടേ വലിയ എടുത്തത് ഓണിയനും ടൊമാറ്റോ ഞങ്ങൾ തെല്ല് വെച്ചിരുന്നല്ലേ അതിൽ ആഡ് ആക്കിയല്ലോ ഇതിലൊട്ടുക ഞങ്ങൾ പേസ്റ്റ് ആക്കി വെച്ച് മസാല എല്ലാം ആഡ് ആക്കിയല്ലോ പിന്നെ ഇതിക്ക് ഞങ്ങൾ ഷെല്ലിഡ് വാട്ടർ ആഡ് ആക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയിട്ട് ആഡ് ആക്കിയല്ലോ പിന്നെ മിക്സിയിലെ ജാറിൽ നിന്ന് മസാലയും ഞാൻ ഷെല്ലിഡ് വാട്ടർ ആഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിಗೆ ആഡ് ആക്കിയോണ്ട് ഷെല്ലിഡ് വാട്ടർ ആഡ് ആക്കുമ്പോഴത്തേക്ക് തെല്ല് ക്വാണ്ടിറ്റിയിൽ ആഡ് ആക്കിയിട്ട് നോക്കിയതൊന്നും ചെമ്മ തിന്നാവുക തീരെ ഇല്ലെങ്കിൽ മസാല ഞങ്ങളെ പിണ്ടേക്ക് പിടിക്കില്ലേ ഇത് തന്നിപ്പല്ലേ ഫ്ലോട്ട് ആയോണ്ടിക്കറ് അത് കഴിഞ്ഞിട്ട് ചെമ്മ വാട്ടർ ആഡ് ആക്കോ തീരെ ഷെല്ലിഡ് ഇവിടെ ഞാൻ ഷെല്ല് ഇന്നേതരം ആഡ് ആക്കിയിട്ട് നല്ലാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ബോയിൽ ആവുക വെച്ച് കൊടുക്കുക അത്രത്തോളം ഞങ്ങളെ പിണ്ടവും സ്റ്റീം ആയിട്ട് റെഡി ആവുള്ളൂ ടേസ്റ്റിಗೆ അക്കോർഡിംഗ് ಸಾಲ್ಟ್ ಆಡ್ ಹಾಕಿಯೋನು ಸಾಲ್ಟ್ ಆಡ್ ಹಾಕಿತ್ತು ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ನಲ್ಲೇ ಬಾಯ್ಲ್ ಆಗಬೇಕು 5 ಮಿನಿಟ್ಸ್ ಆಯ್ತು
ഇവിടെ ഞങ്ങൾ പിന്നെ സ്റ്റീമായിട്ട് കുക്കായിട്ട് ഇപ്പം ഞങ്ങൾ ഗ്രേവിയിൽ നോക്കുക. ഗ്രേവിയിൽ നല്ലതായിട്ട് ബോയിൽ വന്നുകൊണ്ട് ഇതൊക്കെ ഫൈനായിട്ട് ചോപ്പാക്കി കൊറിയാണ്ടർ ലീവ്സ് ആഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയുള്ളൂ. പിന്നെ സ്റ്റീമായ പിണ്ടരെ ആഡ് ആക്കിയിട്ട് നല്ലാക്കിയിട്ട് മെല്ലെ കയ്യിൽ അതേ സോഫ്റ്റ് ഇക്കറി പിൻ്റെ അത് കഴിത്ത് മെല്ലായിട്ട് അതിനെ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ പാടെ ഒരു 5 minutes കുക്കാക്കിയിട്ട് എടുത്തോളൂ. സ്റ്റീമായ ಬೆಚ್ಚ പിൻ്റെ റിമൂവ് ആക്കുമ്പോൾ കൈ ജാഗ്രത ആക്കൂ, ഇല്ലെങ്കിൽ അതിൽ സ്റ്റീം നിങ്ങളെ കൈക്ക് വരവൂ. പിന്നെ സ്റ്റീം തട്ടിയിട്ട് കൈക്ക് ഗായമാവും. അത് കഴിത്ത് പിന്നെ ഇവിടെ ഞാൻ പിണ്ടരെ ആഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ളേ മെല്ലെ അടിയിൽ അതിൽ സ്പൂൺ ഇട്ടിട്ട് മിക്സ് ആക്കിയപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലഫിയായി ഈ സോഫ്റ്റ് ആയിട്ട് കുക്കായ പിൻ്റെ ബ്രേക്ക് ആവും. അത് കഴിത്ത് മെല്ലെ ലൈറ്റ് ഹാൻഡിൽ അതിനെ മിക്സ് ആക്കിയിട്ട് കുക്കാവുക വെച്ച് ಬಿಡೋನು. ഈ എല്ലാ ചെറിയ ചെറിയ ട്രിക്സും ടിപ്സും നിങ്ങൾ യൂസ് ആക്കിയിട്ട് ഹെൽത്തി ആയിട്ട് ഔത്തിൽ ഈ മർവായി പിൻ്റെ ഷെൽ പിൻ്റെ പ്രിപ്പയർ ആക്കുക. ഔത്തിൽ ഈസിയിൽ ഞങ്ങളെ യമ്മിയായ ഹെൽത്തിയായ മർവായി മസാല പിൻ്റെ ഷെൽ മസാല പിൻ്റെ റെഡി ആയിട്ട് ഡിലിഷ്യസ് ആയിട്ട് കുക്കായിട്ട് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സുകളൊട്ടൊക്കെ ഷെയർ ആക്കുക മറക്കണ്ട. നണ്ടു ചാനൽ പിക്കാനായിട്ട് സപ്പോർട്ട് ആക്കൂ, ലൈക്ക് ആക്കൂ, ഷെയർ ആക്കൂ. സബ്സ്ക്രൈബ് ആക്കാത്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.